ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗായ്സ്, നമ്മളൊരു CS കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഹീറോ ഒക്കെ അടിക്കാൻ കുറച്ച് സ്റ്റാർ കൂടെ മതി, ഏതാണ്ട് ഒരു 3 സ്റ്റാർ കൂടെ മതി. അപ്പോൾ നമ്മൾ ഹീറോ ഏതാണ്ട് ഒരുത്ത റഷ് അടിച്ച് അവന് നല്ല ഡാം കൊടുത്ത് അന്നടമൊക്കെ ഒരു നോക്കായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമെ നമുക്ക് സൈഡിൽ നിന്ന് കുറച്ച് ഡാം വന്നാൽ നമ്മുടെ ടീമെ നല്ല കട്ടയ്ക്ക് കളിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് അവിടെ നോക്കായി ചാവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ടീമെ റഷ് അടിക്കുന്നുണ്ട്. അവൻ നോക്കായി നമ്മൾ മറ്റേ റോബോട്ട് അത് റിവൈവ് വന്നതുകൊണ്ട് ലൈസ് അതിൻ്റെ പേര് എനിക്കിപ്പോൾ അടുത്ത് ലൈസ് അത് അറിയാവുന്ന ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഡേസ് മണ്ടലോട്ട് പോകുന്ന നേരത്തെ ഒരുത്തനെ കണ്ട അവന് ഒരു 15 ഡാം കൊടുത്തിട്ട് ഡേസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, മിക്കവാറും അവൻ മണ്ടലോട്ട് വരും ഗൈസ്. ഓക്കെ, താഴെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഞാനും വേറൊരു പറഞ്ഞു തീരുന്നതാണ്ട് അവനും പോയി നോക്കാം ഗൈസ്. ഞാൻ ഒറ്റയേ ഉള്ളൂ, അവന്മാരാണെങ്കിൽ 3 അവന്മാരും ഉണ്ട്. നോക്കാം ഗൈസ്, നമുക്ക് നോക്കാം എന്തുവാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുമാത്രമല്ല നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബിലേക്കും ചെയ്താണ്ട് എനിമി ഗൈസ് അവൻ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് ഗൈസ് എനിക്ക് 4 ബുയ സ്ട്രൈക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബുയ സ്ട്രൈക്ക് പോകാൻ നമുക്ക് നോക്കണം. ഈ ഒരു കളി നമുക്ക് എടുക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു കളി എങ്ങനെയൊക്കെ എടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ഈ ഒരു കളി ഡെസേർട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ആരും നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബിലേക്കും ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അത് മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് തന്നെ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഡെസേർട്ടാണ് എടുത്തത്. ഏതാണ്ട് നമ്മുടെ ടീമേറ്റ് കുറച്ച് ഡാം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ടീമേറ്റ് അതായത് ഫസ്റ്റ് നോക്കായ ഒരു ടീമേതാണ് അങ്ങോട്ട് റഷ് അടിക്കുന്നുണ്ട്. അതാണ്ട് ഈ അവനും ഡെസേർട്ടാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഉള്ളവന്മാരും നല്ല കിടിലൻ പ്ലേയേഴ്സാണ്. അതാണ്ട് ഈ അവൻ ഗ്രാനേഡൊക്കെ കളിച്ചതുകൊണ്ട് നോക്കുന്നുണ്ട്. ഓക്കെ ഇതാണ്ട് ഇവ ഇവിടെ ഗ്ലൂ കളിക്കാൻ ചത്ത് ഗായ്സ് അവനു അടിച്ച് എവിടുന്നാ ഇവനാ അലോക്കാണ് ഗൈസ്. ഞാൻ കണ്ടില്ല അവൻ ഏതാണ്ട് സാരി ഗ്ലൂ ആണ്. അതാണ്ട് ഇവിടെ ഒരു നോക്കി ഓക്കെ അവിടെ നമ്മുടെ ടീമേറ്റ് ഇവിടെ ഡെസേർട്ട് വെച്ച് നോക്കും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ്ട് ഇപ്പുറത്തോടെ എടുത്തേ ഗൈസ്. ഇതുപോലെയാണ് ഗൈസ് കളിക്കാൻ, നല്ല സപ്പോർട്ടൊന്ന് കളിക്കണം ഗൈസ്. കളി പോകും. അതാണ്ട് അവൻ ഗ്ലൂവാളിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി ഗൈസ് കൊണ്ടോണ്ടേ പോയി. ഇതാണ്ട് അലോക്ക് ഗൈസ് 2 അലോക്ക് ഉണ്ട്. ഓക്കെ, ഗൈസ് ഒരുത്തും ബാക്കിൽ നിന്ന് അടിച്ചിട്ട് നമ്മൾ ഇവന് എനിമി സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗൈസ് നോക്കി ഇപ്പോൾ അടിക്കും മിക്കവാറും. ഇവൻ ചെലന്തി ക്യാരക്ടർ ഇട്ട് കൊടുത്തു, അതായത് സ്പൈഡർ ക്യാരക്ടർ ഇട്ട് കൊടുത്ത് അവൻ ചെലന്തിക്കകത്ത് കുടുങ്ങും ചാടി അത്ര ഉള്ളു ഗൈസ്. കുടുങ്ങി ഇവൻ മിക്കവാറും അപ്പോൾ റഷ് അടിച്ച് ഗൈസ് അവൻ ഗൈസ് 4ാമത്തെ സൈഡിൽ നിന്ന് അടിച്ചു. ഓക്കെ, ആ ഒരു കില്ല് അവൻ അങ്ങ് കുമ്മിയിട്ടുണ്ട്, സൈഡിൽ നിന്ന് അടിച്ച്. ഗൈസ് ഇവിടെ നിന്ന് ഒരു റഷ് അടി ഗൈസ് ഗൈസ് ആര് കണ്ണു വെച്ചോ ഗൈസ് അവൻ ഒരു കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൗണ്ടിൽ എടുക്കാം, മാക്സിമം നമുക്ക് ഈ ഒരു റൗണ്ട് എടുക്കാം. പിന്നെ നിങ്ങൾ എത്ര പേര് ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെന്ന് അതുപോലെ നിങ്ങളുടെ UID അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, നിങ്ങളുടെ UID നിങ്ങളുടെ റാങ്ക് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ UID ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എൻ്റെ കൂടെ 1 year വരാനുള്ളവർക്കൊക്കെ വരാം. അപ്പോൾ എല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബിലേക്കും ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് എടുത്ത വുഡ്പക്കറാണ്. അതാണ്ട് നമ്മുടെ ആ ഒരു ടീം വെച്ചെടുക്കാൻ കിങ്ഫിഷറാണ്. ഇപ്പോൾ ഒരു എക്സാമേറ്റ് മറ്റേവൻ ഇവിടെ മറ്റേ ഭാഗത്തിട്ടാണ്ട് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റേവൻ ഒറ്റയ്ക്ക് പോകും, നമ്മൾ 3 സ്കോറായിട്ട് പോകും. ഞാൻ തസ്വീകായിട്ട് അവന്മാരുടെ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഐസ്. ഓക്കെ, ഏതാണ് നമ്മൾ കയറി വരുത്താവോ 42 43 എത്രയൊക്കെയോ 44 42 ഓക്കെ, ഞാൻ വെച്ച് 43 ഐസ് അവിടുന്ന് എടാ ഗൈസ് ഇവിടെ കൊണ്ട് ഗ്ലൂ ആയിട്ട് ഞാൻ ഒരു എനിമി എയിം ചെയ്ത് ഡാം കൊടുക്കാണ്ടിരുന്നതാണ്. ഓക്കെ സാലൈസ് നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ്ട് എടുത്തും ചാടി 56 അടി സ്കോപ്പ് മേലോട്ടായി പോയി. വേറെ എടുത്തും 256 ഒരു 49 257. അതുകൊണ്ട് നമ്മുടെ ടീമിൻ്റെ അവിടെ നോക്കിയിട്ടുണ്ട്. ഗൈസ് ഒരു നോക്ക് ഗൈസ് നമുക്ക് റഷ് അടിക്കാം. അവിടെ ഒരു നോക്ക് ഗൈസ് ആരിക്കില്ല കുമ്മിയിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ അവിടെ നോക്കുക. ഇവിടെ നമുക്ക് MP5 level 3 ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് ഒരു നോക്ക് ആ നോക്ക് ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് റഷ് അടിക്കാം. അത്ര ഉള്ളു ഗൈസ്. ഓക്കെ 2 നോക്ക് ഓക്കെ 2 നോക്ക് ഗൈസ് 2 നോക്ക് ഓക്കെ ഗൈസ് നമ്മൾ അത് 2 ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ടീം ഏതാണ്ട് അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മൾ തീയാണ്, കാരണം നമ്മൾ അവിടുന്ന് വുഡ്പക്കർ വെച്ചാൽ അതിൻ്റെ ഹെഡ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് എൻ്റെ ഒരു കില്ല് ആരോ കുമ്മില്ല, എൻ്റെ ഏസ് ആയിരുന്നു. ഓക്കെ എൻ്റെ ഒരു കില്ല് ആരോ എടുത്തതാ, എൻ്റെ ഒരു ഏസ് ആയിരുന്നു കഴിഞ്ഞ കളി. ചലേസ് എന്തായാലും നമ്മൾ ഈ ഒരു കളിയിൽ ഗ്ലൂ ആള് പിന്നെ നമ്മൾ വുഡ്പക്കറെ ഡെസേർട്ട് എടുത്തിട്ടുണ്ടാവാൻ. ഓക്കെ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഞാൻ മുമ്പ് ഡെസേർട്ട് ബൈ നെക്കിയിട്ട് അതായില്ല.
ഗൈസ് നമ്മൾ ഈ ഒരു കളിയിലും കഴിഞ്ഞ കോംബോ ആണ് ഗൈസ് എടുത്തേക്കുന്നത്. അതായത് വുഡ്പക്കർ MP5 ഡെസേർട്ടൊക്കെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു കളി എടുത്തത്. അവിടെ നമ്മുടെ നാലാമത്തെ ടീമേറ്റ് എക്സമേറ്റ് ആണ് ഗൈസ് എടുത്തേക്കുന്നത്. നമ്മുടെ അടുത്ത ടീമേറ്റ് തോമസ് ആണ് ഗൈസ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് നമുക്ക് ഈ ഒരു റൗണ്ട് എടുക്കാൻ പറ്റുന്നത്. കാരണം ഓപ്പോസിറ്റ് വന്നപ്പോൾ നല്ല കിടിലം പ്ലേയേഴ്സാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് നോക്കാം ഗൈസ് നമ്മളെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇതാണ്ട് അവിടെ ഒരു എനിമി നമുക്ക് നമുക്ക് റഷ് അടിക്കാം. നമ്മുടെ ടീമിൻ്റെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് റഷ് അടിക്കാം. ആണ്ടരുത്. ഓക്കെ 49. ഓക്കെ 47 മുമ്പോട്ട് റഷ് അടിക്കുന്നത്. ഞാൻ ഒന്നും നോക്കില്ല ഗൈസ്. അവന് കുറച്ച് ബോഡി ഷൂട്ടിൽ ഹെഡും കൊടുത്ത് അവിടെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളായിട്ട് കില്ലിങ്ങനൊക്കെ ഫിനിഷ്. ഓക്കെ, അവൻ പെട്ടെന്ന് റഷ് അടിക്കുകയാണ്. സൗകര്യത്തിൽ ഗ്ലൂ ഇട്ട് മാറിപ്പോയി ഗൈസ്. ഗ്ലൂവിൻ്റെ ആ ഇത് മാറിപ്പോയി. സാലൈസ് നമുക്ക് തസ്വീട്ട് റഷ് അടിക്കണം ഗൈസ്. നമ്മുടെ ഗ്രനേഡ് ഉണ്ടോ? ഓക്കെ, നമുക്ക് എന്തായാലും അതെടുത്തൊന്ന് എറിയാം. ഗൈസ് നമുക്ക് എന്തായാലും അതെടുത്തെറിയാം. ഓക്കെ, ഗൈസ് എമ്പത്ത് റഷ് അടിച്ചാലോ. ഗൈസ് ചുമ്മാ തസ്വീക്കായിട്ട് കളഞ്ഞ് നമ്മുടെ ടീമേറ്റ് ആ ഒരു റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 2 റൗണ്ട് നമ്മൾ 2 റൗണ്ട് അവന്മാരുമാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് ആരെടുക്കും നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് ആരെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഈ കളി അവന്മാരെടുക്കുമോ നമ്മളെടുക്കുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സീരുകളെ ആരെടുക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സുമാർ രണ്ടും നല്ല കിഡിലും പ്ലേയേഴ്സാണ്. ഓക്കെ, സുമാർ രണ്ടുമെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തവനും അതുപോലെ മൂന്നാമത്തവനും സുമാർ രണ്ട് നല്ല കിഡിലായിട്ട് കളിക്കും. എനിക്ക് തോന്നുന്നു 4-മത്തവൻ വലിയ കളി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ 3-മത്തെ 2-മത്തെ നല്ല കിഡിലായിട്ട് അവൻ കളിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഒരു തന്നെ 7 ബുയ സ്ട്രൈക്കാണ്. അത് ആർക്കാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ എനിക്കല്ല എന്തായാലും ഈ 2, 3, 4 ഈ 3 അവന്മാർക്കിൽ ആർക്കാണ് 7 ബുയ സ്ട്രൈക്ക് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 4-മത്തെ അവിടെ എനിമയെ കണ്ട് ഞാൻ കുറച്ച് ഡാം കൊടുക്കാമെന്ന് എനിക്ക് പറ്റിയില്ല. അപ്പോഴത്തെ അവൻ ചെലന്തിക്കാരായിട്ട് ഇട്ടതാണ് അവൻ റഷ് അടിക്കുന്നുണ്ട്. ഓക്കെ, സ്നോക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അവൻ നോക്കിയിട്ടിട്ടുണ്ട്. ഗൈസ് നോക്കാം നമുക്ക് കിട്ടില്ല. ഗെയിം പ്ലേ ഒക്കെ ആണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്ട് ഒരുത്ത മണ്ടേ കയറി നമുക്കും മണ്ടേ കയറാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മണ്ടേ കയറാം. ഓക്കെ, അതാണ്ട് അവിടെ നിന്നൊക്കെ ഫ്രീസും ഗ്രനേഡൊക്കെ ആരൊക്കെയോ വലിച്ചെറിയുന്നുണ്ട്. അതാണ്ട് നമ്മുടെ 4-മത്തെ ഫൂട്ട് നമ്മുടെ 3-മത്തെ എനിമയെ കണ്ടെന്ന് തോന്നുന്നു. അവൻ റഷ് അടിച്ച് ഓക്കെ നമ്മുടെ 3-മത്തെ ഒരു ന്യൂക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കാം 57, 55 നമുക്ക് റഷ് അടിക്കാം. ഗ്ലൂട്ട് നമുക്ക് റഷ് അടിക്കാം. വേണ്ട 57 ഹെഡ് ഗ്ലൂഡ് അത്രേ ഉള്ളൂ. തസൂയിക്കായിട്ടിട്ട് അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ കിട്ടില്ല ഗെയിം പ്ലേ അത്രേ ഉള്ളൂ. അവിടെ അടിച്ചങ്ങ് നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല. അവിടെ അടിച്ചങ്ങ് നമ്മൾ നോക്കാക്കിയിട്ടുണ്ടാവുന്നേ ഗൈസ്. ഈ റൗണ്ടിൽ ഞാൻ അവന്മാർ കംബാക്ക് അടിക്കുമോ ഗൈസ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അവന്മാർ കംബാക്ക് അടിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീഡ് ബൂസ്റ്റൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കറ്റ് എല്ലാം എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എത്ര പേർക്ക് വുഡ്പക്കറും ഡെസേർട്ടൊക്കെ വെച്ച് നല്ലോണം ഹെഡ് അടിക്കാനായിട്ട് അറിയാവുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എത്ര പേർക്ക് അറിയാം നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ 3-മത്തെ ഞാൻ തോന്നുന്നു ഗൈസ് ഇപ്പോൾ ലീഡ് നിൽക്കുന്നത്. 3-മത്തെ ഏരിയയിൽ എനിക്ക് 5 കിലോയാണ് ഗൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കളിയന്മാർ കംബാക്ക് അടിക്കും ഗൈസ്. നമുക്ക് നോക്കാം. കുറേമാർ മറ്റുള്ള റിപ്പയർ കിറ്റൊക്കെ റിക്വസ്റ്റ് ഇടുന്നു. നമ്മൾ അതെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം അവന്മാർ കളി എടുക്കുക നമ്മൾ കളി എടുക്കുമെന്ന്. ഗൈസ് നമുക്ക് മണ്ടയിലോട്ട് പോകാം. അവിടെ അവിടെ ഒരുത്തം കണ്ടാവും നമ്മുടെ ടീമേറ്റ് ഡാം കൊടുക്കാൻ നോക്കിയാൽ നമ്മളൊന്നും നോക്കില്ല. അവിടെ ഗ്ലൂ ആളിട്ട് നാടാ ഈ സുമാരെന്താ നാടെ നോക്കായി ഒരുത്ത നോക്കിട്ട് താണ്ട് 2 നോക്ക് ഗൈസ്. 3-മത്തെ 2 നോക്ക് താണ്ട് ഒരു നോക്ക് കിടക്കുന്നു. നാടെ ഇനി 2 ഉമാരുടെ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, 2 ഉമാരുടെ ഉള്ളൂ. താണ്ട ഒരുത്ത അതിൻ്റെ അകത്ത്. ഓക്കെ, നാടെ നമ്മൾ കുറച്ച് ഡാം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു ടീമേജിൽ ഗില്ലും ഇനി ഒരുത്തന്നെ ഉള്ളൂ. ഓക്കെ പക്ഷെ ഇവിടെ കാണാണ്ടൊരു നോക്ക് അടപ്പോണേ. അതാണ് പക്ഷെ നമുക്ക് എന്തായാലും ഇവന് 2 ഇമോട്ട് കൊടുത്തേക്കാം. എന്തായാലും ചുമ്മാ അടക്കൂല്ലേ. ഗൈസ് ഇപ്പം ചത്തനെ അവന് ഇമോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമേ ഡാം കിട്ടി. ഇപ്പം ചത്തനെ ജസ്റ്റ് മിസ്. അത്ര ഉള്ളു ഗൈസ്. നമ്മളങ്ങനെ ബുയ്യയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ. മറ്റെല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പം